Good evening everyone. Class 9 State Syllabusലെ ഹിസ്റ്ററിയിലെ സെക്കൻഡ് ചാപ്റ്റർ ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നാണ് അർത്ഥം. As Siddhartha was traveling in his chariot along the royal street, he saw an old man who was completely decrepit. അതായത് സിദ്ധാർത്ഥൻ രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർത്തും അവശനായ ഒരു വൃദ്ധനെ കണ്ടു. ആഫ്റ്റർ എ വൈൽ ഹീ സോ അനദർ മാൻ ഹു വാസ് സഫറിംഗ് ഫ്രം എ സീരിയസ് ഇൽനെസ് ആൻഡ് വാസ് ട്രംബ്ലിംഗ്. അല്പം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ച് വിറയ്ക്കുന്ന ഒരു മനുഷ്യനെയും കാണുകയുണ്ടായി. ആഫ്റ്റർ ദാറ്റ് ഹീ സോ എ കോപ്സ് wrapped in white cloth being carried on the shoulders of waiting people into the ക്രിമേറ്റൻ ഗ്രൗണ്ട്. അത് കഴിഞ്ഞപ്പോൾ വെള്ള തുണി പുതപ്പിച്ച് ചുടുകാട്ടിലേക്ക് വിലപിച്ചുകൊണ്ട് ആളുകൾ ചുമലിലേറ്റിക്കൊണ്ട് പോകുന്ന ഒരു ശവശരീരം കണ്ടു. ആഫ്റ്റർ ദീസ് പെയിൻഫുൾ സീൻസ് ഹി സോ എ മോങ്ക് ബെഗിങ് ഓൺ ദ സ്ട്രീറ്റ്. വേദനാജനകമായ ഈ കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം എന്താണ് കണ്ടത്? തെരുവിൽ ഭിക്ഷ എടുക്കുന്ന ഒരു സന്യാസിയെ കണ്ടു. Siddhartha was charmed by this saint who looked calm and happy without any material sources. This led him to decide that asceticism was the way to achieve peace and tranquility. അതായത് ഈ ഭൗതിക ദുഃഖങ്ങളൊന്നുമില്ലാതെ ശാന്തനായും സന്തോഷത്തോടു കൂടിയും കാണപ്പെട്ട ഈ സന്യാസി സിദ്ധാർത്ഥനെ ഒരുപാട് അങ്ങ് ആകർഷിച്ചു. അപ്പോൾ ഇതാണ് അദ്ദേഹത്തെ ശാന്തിയും സമാധാനവും നേടാനുള്ള മാർഗം സന്യാസമെന്ന തീരുമാനത്തിൽ എത്തിച്ചത്. നെക്സ്റ്റ് പേജ്. 6th century BC was a remarkable period in the world history. BC 6ാം നൂറ്റാണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു. This was the time when Vartamana Mahavira and Gautama Buddha in India, Zarathustra in Iran, Confucius in China and Heraclitus in Greece spread new ideas. ഇന്ത്യയിൽ വർത്തമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇറാനിൽ സരതുഷ്ട്ര, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലിറ്റസ് തുടങ്ങിയവർ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലമായിരുന്നു ഇത്. In this period, drastic changes also occurred in economic and political fields across the world. ലോകത്താകമാനം സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിലും മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഈ കാലഘട്ടത്തിൽ പുതിയ രാഷ്ട്ര സംവിധാനങ്ങളും നിലവിൽ വന്നു. We will discuss those changes in this chapter. അത്തരം മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അടുത്തതായിട്ട് ഐഡിയോളജിക്കൽ റെവല്യൂഷൻ ഇൻ ദ ഗംഗാ ബേസിൻ. എന്നാൽ അതിൻ്റെ അർത്ഥം ഗംഗാ തടത്തിലെ ആശയ വിപ്ലവം എന്നാണ്. ഡ്യൂറിംഗ് ദ 6th century BC, it was mainly in the region of the Ganga basin that new ideas emerged in India. BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായും ഗംഗാ തടത്തിലായിരുന്നു. The material conditions of the Ganga basin played an important role in the development of new ideas. നവീനാശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാ തടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. The following factors helped in the formation of these material conditions. ഈ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയത് ചുവടെ പറയുന്ന ഘടകങ്ങളായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് അയൺ ടൂൾസ്, ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപകമായ ഉപയോഗം. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ, കാർഷികോൽപാദന വർധനവ്. By the 6th century BC, a socio-economic system based on agriculture and cattle had emerged in the Ganga basin. BC 6ാം നൂറ്റാണ്ടോടെ കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഗംഗാ തടത്തിൽ ഉയർന്നു വന്നു. This was not in harmony with the Vedic practice which gave importance to rituals and animal sacrifices. ഇത് യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്ന വേദകാല ആചാരവുമായി പൊരുത്തപ്പെട്ടതായിരുന്നില്ല. അഗ്രികൾച്ചർ ഡിപ്പെൻഡിങ് ഓൺ കാറ്റിൽ വാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ദ വൈഡ്ലി പ്രിവെയിൽഡ് പ്രാക്ടീസ് ഓഫ് അനിമൽ സാക്രിഫൈസ് ആസ് പാർട്ട് ഓഫ് റിച്വൽസ്. ദിസ് ഫോഴ്സ്ഡ് പീപ്പിൾ ടു തിങ്ക് അഗെയിൻസ്റ്റ് ദ വേദിക് റിച്വൽസ്. യാഗങ്ങളുടെ ഭാഗമായി കന്നുകാലികളെ വ്യാപകമായി ബലി കൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി. The Vaishyas, who had acquired better material progress through advancement in trade, desired a suitable higher status in the society. വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു.
During this period, some classes emerged outside the existing Varna system. ഇക്കാലത്ത് വർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തും ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നു. The important group among these was that of the rich Ghapatis. ഇവയിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ധനാഢ്യരായ ഗഹപതികൾ. They were engaged in trade and owned land. In this way, they were in a financially higher position and thus gained better status in that society. കച്ചവടം തൊഴിലാക്കിയ ഇവർ ഭൂമി കൈവശം വെച്ചിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവർ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം നേടി. It was under the social background that new ideological concepts were formulated. ഈ സാമൂഹിക പശ്ചാത്തലത്തിലാണ് പുതിയ ആശയധാരകൾ ഉയർന്നു വന്നത്. Among these, the Jain and the Buddhist philosophies were the important ones. These new ideas got the support of Vaishyas and Gahapatis. ഇത്തരം ആശയധാരകളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ജൈന ബുദ്ധമത ദർശനങ്ങൾ. വൈശ്യർ, ഗഹപതികൾ തുടങ്ങിയവരുടെ പിന്തുണ ഈ ആശയങ്ങൾക്ക് ലഭിച്ചിരുന്നു. നെക്സ്റ്റ് ടോപ്പിക്, ജൈനിസം. വർത്തമാന മഹാവീര വാസ് ബോൺ ഇൻ Kundagrama near Vaishali in Bihar. According to Jainism, Vardhamana Mahavira is the 24th Tirthankara. ജൈന മതം. വർദ്ധമാന മഹാവീരൻ ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. ജൈനമത വിശ്വാസപ്രകാരം 24ാമത്തെ തീർത്ഥാങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അടുത്തതായിട്ട് ദ തീർത്ഥാങ്കരാസ്. തീർത്ഥാങ്കര മീൻസ് വൺ ഹു അറ്റൈൻഡ് വിസ്ഡം ത്രൂ asceticism. There are 24 തീർത്ഥാങ്കരാസ് ഇൻ ജൈനിസം. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥാങ്കരൻ എന്ന വാക്കിനർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥാങ്കരന്മാരുണ്ട്. ഋഷഭദേവ വാസ് ദ ഫസ്റ്റ് തീർത്ഥാങ്കര. ദ 23rd തീർത്ഥാങ്കര വാസ് പാർശ്വനാഥ. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥാങ്കരന്മാരുണ്ട്. അതിൽ ദേവനാണ് ഒന്നാമത്തെ തീർത്ഥാങ്കരൻ. 23ാമത്തെ തീർത്ഥാങ്കരൻ പാർശ്വനാഥനായിരുന്നു. വർത്തമാന മഹാവീര വാസ് ദ 24th and the last തീർത്ഥാങ്കര. മഹാവീര propagated the ideas of Jainism by adding his principles to those of പാർശ്വനാഥ. വർദ്ധമാന മഹാവീരൻ 24ാമത്തെ അതായത് അവസാനത്തെ തീർത്ഥാങ്കരനാണ്. പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ബോക്സിനകത്തായിട്ട് വർദ്ധമാന മഹാവീര ബോൺ ഇൻ വൈശാലി. വൈശാലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഹി കെയിം ടു ബി നോൺ as മഹാവീര ആൻഡ് ജിന. അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് മഹാവീരൻ എന്നും ജിന എന്നും ആയിരുന്നു. അറ്റൈൻഡ് നിർവണ അറ്റ് പാവ നിയർ പാട്ന. നിർവ്വാണം പ്രാപിച്ച സ്ഥലം പാവയാണ്, പാട്നയ്ക്ക് സമീപമായിരുന്നു. അടുത്തതായിട്ട് ഡോക്ട്രിൻസ് ഓഫ് ജൈനിസം. ഇൻ ദിസ് വേൾഡ് എവറിത്തിങ് ഹാസ് ലൈഫ്. അതിൻ്റെ അർത്ഥം ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ഡു നോട്ട് ഹാം എനി ലിവിങ് ബീങ്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ബർത്ത് ആൻഡ് റീബർത്ത് ആർ ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കർമ്മ. അതായത് ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തതായി ഡിനേയിങ് ദ ഓതൻസിറ്റി ഓഫ് ദ വേദാസ്, മഹാവീര പ്രപ്പോസ്ഡ് 3 പ്രിൻസിപ്പിൾസ് ഫോർ അറ്റൈനിങ് മോക്ഷ, സാൽവേഷൻ. വേദങ്ങളുടെ ആധികാരികതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു. ദേ വർ റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയായിരുന്നു അവ. They are known as 3 Ratnas. Mahavira shared his ideas with the people in the Prakrit languages. ഇത് 3 രത്നങ്ങൾ എന്നറിയപ്പെട്ടിരുന്നു. പ്രാകൃത ഭാഷയിലാണ് മഹാവീരൻ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത്. According to Jainism, monks and nuns were supposed to observe 5 vows: don't kill anything, don't steal, don't lie, don't own property and practice celibacy. അതായത് ജൈന മതപ്രകാരം സന്യാസിമാരും സന്യാസിനികളും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നായിരുന്നു. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വയ്ക്കാതിരിക്കുക എന്നിവയായിരുന്നു അവ. Later, 2 sects were formed in Jainism, Svedambaras and Digambaras. The principle of non-violence emphasized by Jainism has influenced Indian philosophy. പിൽക്കാലത്ത് ജൈനമതത്തിൽ സ്വേദംബരന്മാർ, ദിഗംബരന്മാർ എന്നീ 2 വിഭാഗങ്ങൾ രൂപപ്പെട്ടു. ജൈനമതം ഊന്നൽ നൽകിയത് അഹിംസ എന്ന തത്വം ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ട്.
Next topic, Kerala and Jainism. Jainism, which spread to different parts of India, came to Kerala also. Wayanad was an important Jain center in Kerala. The remains of Jain temples are still seen here. അതായത് കേരളവും ജൈനമതവുമാണ്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. വയനാട് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രമായിരുന്നു. ജൈനമതം ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇൻ ദ 31st Sukta, one of the longest discourses of the Buddha in the Digha Nikaya, Buddha tells a young man who has just joined Buddhism as follows. ദിഘ നികായയിൽ ശ്രീ ബുദ്ധൻ്റെ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ 31ാമത്തെ സൂക്തത്തിൽ ബുദ്ധമതത്തിൽ പുതുതായി ചേർന്ന യുവാവിനോട് ശ്രീ ബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ്. In family life, man and women should live with mutual respect and both should perform their respective duties properly. അതായത് കുടുംബജീവിതത്തിൽ പുരുഷനും സ്ത്രീക്കും പരസ്പര ആദരവോടെ ജീവിക്കേണ്ടതും രണ്ടുപേരും തങ്ങളുടേതായ ചുമതലകൾ കൃത്യമായി നിർവഹിക്കേണ്ടതുമുണ്ട്. In addition to this, employers should treat their servants and workers with courtesy. ഇതുകൂടാതെ തൊഴിലുടമകൾ തങ്ങളുടെ സേവകരോടും തൊഴിലാളികളോടും മര്യാദയോടെ പെരുമാറണം. They should not be given tasks beyond their strength. They should be given adequate food and fair wages. അവരുടെ ശാരീരിക ക്ഷമതയിലും കൂടുതൽ ഭാരമുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കരുത്. അവർക്ക് ആവശ്യമായ ആഹാരവും ന്യായമായ കൂലിയും നൽകണം. They should be cared for in times of sickness and infirmity. The workers on their part should be satisfied with the fair wages and work well and maintain the dignity of the employer. ശാരീരിക മാനസിക അവശതകളിൽ അവരെ സംരക്ഷിക്കണം. തൊഴിലാളികളാവട്ടെ അവരുടെ ന്യായമായ വേതനത്തിൽ തൃപ്തരായി നന്നായി ജോലി ചെയ്യണം. തങ്ങളുടെ തൊഴിലുടമയ്ക്ക് അന്തസ്സ് നിലനിർത്തണം. അടുത്ത പേജ്. The Buddha teachings and principles were simple and practical. He rejected the Vedas, sacrifices, yagas and the caste system. His concept of ahimsa was suitable to the new conditions in the Ganga basin. ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു. ഗംഗാ തടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസ എന്ന ആശയം. Cattle were needed in agriculture to prepare land for cultivation and to carry goods, but cattle were killed in large numbers for yagas, sacrifices. കാർഷിക വൃത്തിയിൽ കൃഷിക്കായി നിലമൊരുക്കാനും കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനും കന്നുകാലികൾ ആവശ്യമായിരുന്നു. എന്നാൽ യാഗങ്ങളിൽ കന്നുകാലികളെ വ്യാപകമായി ബലി നൽകിയത് കൃഷിയെയും ചരക്കു നീക്കത്തെയും പ്രതികൂലമായി ബാധിച്ചു. This adversely affected agriculture and transportation of goods. Buddha's stance against sacrifice attracted those who were engaged in agricultural activities. Buddha spread his ideas in Pali, the language of the common people. യാഗങ്ങൾക്കെതിരായ അദ്ദേഹത്തിൻ്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ ആകർഷിച്ചു. സാധാരണക്കാരൻ്റെ ഭാഷയായിരുന്ന പാലിയിലാണ് ബുദ്ധൻ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്. Important events in the life of Buddha are given below. Prepare a biography based on this. Collect more information from the school library. ബുദ്ധൻ്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കി ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ടൊരു ആക്ടിവിറ്റിയാണ് അവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത്രയും മതി. ഇനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. Thanks for watching.